ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊന്ന് വെറുതെ കടലിൽ പോയി ബോട്ട് ഓടിച്ച് കളിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളടുത്ത് ബോട്ടില്ല, അതുകൊണ്ട് രാഹുലിൻ്റെ അടുത്ത് ബോട്ടുണ്ടോ ഗൈസ് ചോദിക്കാം. എടാ രാഹുലേ, നിൻ്റെ അടുത്ത് ബോട്ടുണ്ടോടാ? ഇല്ലടാ വിനു, എൻ്റെ അടുത്ത് ബോട്ടില്ലടാ. എടാ നിൻ്റെ അടുത്ത് ബോട്ടുണ്ടോടാ? ഇല്ലടാ വിനു, എൻ്റെ അടുത്ത് ബോട്ടില്ലടാ. എടാ നിൻ്റെ അടുത്ത് ബോട്ടുണ്ടോടാ? എടാ നിൻ്റെ അടുത്ത് ബോട്ടുണ്ടോ? എൻ്റെ അടുത്ത് ഷെഡ് വാങ്ങാനുള്ള പൈസയും പോലും ഇല്ല, പിന്നല്ലേ ബോട്ട്. ഗൈസ്, ഒരു സൺഡേ ആയിട്ട് ബോട്ടിൽ നമുക്കൊന്ന് കളിക്കാൻ വിചാരിച്ചിട്ട് ഗൈസ്. ഒരുത്തിൻ്റെ അടുത്തും ബോട്ടില്ല. നമ്മൾ ഇനി എന്താ ചെയ്യുക ഗൈസ്? അപ്പോൾ സൺഡേ ആയിട്ട് എന്താണ് ഗൈസ് ഇനി ചെയ്യുക? അനന്തേട്ടനാണല്ലോ, എന്തായാലും നമുക്കൊന്ന് എടുത്തോക്കാം. അനന്തേട്ടാ എന്താടാ ഊവേ ആയിക്കുന്നു പഞ്ചില്ലാത്ത വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ടടാ? എന്ത് വിശേഷം, ഒരു ബോട്ട് തപ്പി എന്നിട്ട് ഒരു ബോട്ട് പോലും ആയിരത്തില്ല അനന്തേട്ടാ. എൻ്റെ അടുത്തുണ്ടടാ ഇഷ്ടമായി ബോട്ട്, നീ ഒന്ന് എടുത്തിട്ട് പോയിക്കോ. ശരി അനന്തേട്ടാ. ഗൈസ്, അനന്തേട്ടൻ പറഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നിട്ട് വരാനാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഗൈസ് നമ്മളോട് പോവാണ് ആനന്ദേട്ടൻ്റെ അടുത്ത്. പക്ഷേ നമ്മൾ ബോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ, അതുകൊണ്ട് പാർവതി എയർടൈമിൻ്റെ അടുത്ത് ഗൈസ് നമ്മൾ പോവാണ്. അപ്പോൾ പാർവതി ചേച്ചി ആരാണെന്ന് പറയണമെങ്കിൽ ഗുരുവായൂർ അമ്പലനാടിയിലാണ് സിനിമ ഉണ്ടാവുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഈ വണ്ടീൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ പാർവതി ചേച്ചി നമ്മൾ ലോറി വെക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ നമുക്കതിന് അങ്ങോട്ട് പോയേക്കാം ഗൈസ്. ഗൈസ്, ഇതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടോ ഗൈസ്? നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയേക്കാം. എന്നോട് പറഞ്ഞതാണ് നമുക്കൊരു ലോറി സെറ്റാക്കി തരാം. ഇത് വേണ്ടാണ്, അവിടെ എവിടെയോ ആണല്ലോ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞത്. അതാ ഗൈസ്, അതാണ് തോന്നുന്നു ഗൈസ്. നമ്മളെ വെയിറ്റ് നിൽക്കണം പാർവതി ചേച്ചി. പാർവതി ചേച്ചി, ഞാൻ പറഞ്ഞ ലോറി എവിടെയാണ് എന്ന് പറഞ്ഞതെങ്കിൽ എനിക്ക് ആ ലോറി ഒന്ന് പോയി എടുക്കായിരുന്നു. അയച്ചരാ ഗൈസ്. ഇതാണ് വണ്ടി തോന്നുന്നു. അത്രയ്ക്കല്ല വണ്ടി കാണുമെന്ന് അറിയില്ല ഗൈസ്. ബോട്ട് എത്ര വലുപ്പമുണ്ടെന്ന് നമുക്കറിയില്ല. അനന്തേട്ടനല്ലേ, കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഗൈസ്, ഈ വണ്ടി തകർന്ന് കൊല്ലുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നിർത്തിയിട്ടിറങ്ങാം ഗൈസ്. ഈ വണ്ടിക്ക് എന്താ പറ്റി ഗൈസ്? വണ്ടി ചാടും ഗൈസ്. എന്തത് ഈ വണ്ടിയിൽ പ്രേതമുണ്ട് ഗൈസ്. ഗൈസ് എന്തത് ഗൈസിൻ്റെ വണ്ടിയാണ് പറഞ്ഞത്. ഗൈസ്, ഇതെന്താ ഗൈസ്? ഇത് ഞാൻ നിലത്തേക്ക് വീഴുന്നു, ചാടണു, വണ്ടി മേലേക്ക് പൊന്തുന്നു. എൻ്റെ വണ്ടി കേടായിരുന്നു ഗൈസ്. എന്തത് ഈ വണ്ടിക്കുള്ള കയറ്റാൻ പറ്റില്ല തോന്നുന്നു ഗൈസ്. വണ്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. ഇവനെന്താ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ കയറി? ഗൈസ്, ഡോറൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ആ വണ്ടി പോയെന്ന് വാങ്ങാം. അത് വേറെ ആരെങ്കിലും പാവപ്പെട്ടെടുത്തോട്ടെ. നമുക്കെന്തായാലും ആനന്ദേട്ടൻ്റെ അടുത്ത് പോകാം ഗൈസ്. ആനന്ദേട്ടൻ ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ വെച്ചിരുന്നത്. കുറച്ചും കൂടി പോയി ആനന്ദേട്ടൻ കിട്ടും ഗൈസ്. എന്താണോ ഗൈസ്, നേരെ പോയിട്ട് അവിടുന്ന് വളവിലാണ് അനന്തേട്ടൻ ഉണ്ട് പറഞ്ഞത്. ഈ വളവാണോ ആ വളവാണോ? ഇങ്ങോട്ട് പോയേക്കോ ഗൈസ്. ഗൈസ്, ഇത് അനന്തേട്ടൻ നിൽക്കണ്. അനന്തേട്ടോയ്, അനന്തേട്ടാ. എടാ ഊവേ, നീ വന്നോ? നീ ഇറങ്ങി വാടാ. ഞാൻ ആ ബോട്ടില്ലേ ആ ബാക്കത്തെ ആ സൈഡിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. നീ വേണമെങ്കിൽ പോയി ആ ബോട്ട് എടുത്തോ, ഓക്കെ? അപ്പോൾ ഞാൻ വേഗം പോവാണ്, എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അനന്തേട്ടൻ വരുന്നോ? ഇല്ലടാ, എനിക്ക് കുറച്ച് തിരക്കാണ്. ഗൈസ്, അനന്തേട്ടൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ടാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇറങ്ങി പോയേക്കോ ഗൈസ്. അനന്തേട്ടൻ നമ്മൾ കുറച്ച് സംസാരിച്ചിട്ട് അനന്തേട്ടൻ പോയിട്ടുണ്ട്. എന്താ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഗൈസ്. ഇവിടെ എവിടെയോ പുറത്ത് കൊണ്ടുപോയിട്ടാണെന്നാണ് അനന്തേട്ടൻ നമ്മൾ പറഞ്ഞത്. ഈ സൈഡിലുണ്ടോ ഗൈസ്? ഈ സൈഡില്ല. നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയേക്കോ ഗൈസ്. അനന്തേട്ടൻ എവിടെയാണ് കൊണ്ടുപോയിട്ടേ ഗൈസ്? ഈ ബോട്ടനെ കേട്ടാ നമുക്കെന്തായാലും നോക്കാം ഗൈസ്. ഇപ്പത്തില്ല ഇപ്പോൾ ഗൈസ്. എവിടെയാണ് ബോട്ടുണ്ട്? ഇവിടെ ഇല്ല ഗൈസ്. നമ്മളെന്താ ചെയ്യുന്നീ ഗൈസ്? ഇവിടെ ഇവിടെ ആനന്ദേട്ടൻ നമ്മളെ പറ്റിച്ച ഗൈസ്. അങ്ങനത്തെ ഒരാളല്ല ആനന്ദേട്ടൻ. ആനന്ദേട്ടനെ ഒന്ന് വിളിച്ചോട്ടെ ഗൈസ്. ഗൈസ്, അവിടെ ബോട്ട് ഗൈസ്. നമ്മളിവിടെ നോക്കി നമ്മൾ നേരത്തെ വന്നപ്പോൾ ഗൈസ് ഇവിടെ ബോട്ട് ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ബോട്ട് വണ്ടി കയറ്റാം ഗൈസ്. നമ്മൾ ബോട്ട് വണ്ടി കയറ്റിട്ടുണ്ട്. എന്നാലും ഗൈസ് ഞാൻ നമ്മളെ പോയപ്പോൾ ഗൈസ് അവിടെ ബോട്ട് ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ നോക്കിയ ബോട്ട് ഉണ്ടായി ഗൈസ്. എന്തോ ഒരു ഇങ്ങനെ പറഞ്ഞില്ല ഗൈസ്. ഞാനിപ്പോൾ ഇപ്പോൾ നമുക്ക് കടലിലേക്കിടെ ഗൈസ്. ഗൈസ്, നമ്മൾ കടലിൻ്റെ അടുത്ത് എത്താനായി. നമുക്ക് എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ സൺഡേ ആണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിക്ക് കടലിൽ എൻജോയ് ചെയ്യാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഇന്ന് ഞാൻ ഇന്ത്യൻ ബൈക്ക് ഗെയിം 3D പറഞ്ഞ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് 3D പറഞ്ഞ ഗെയിം കളിക്കാൻ വാറുന്ന കാരണം കുറേ ഫ്രണ്ട്സ് ചോദിച്ചു ഇന്നോട് കളിക്കുമെന്ന്. കമൻറ്റ്സ് എന്നാലും നമുക്ക് ഒന്നാമത് ഇപ്പോൾ നമ്മുടെ ചാനൽ നല്ല മോശമായിട്ടാണ് ഗൈസ് പോകുന്നത്. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആരും ഇല്ല, ലൈക്ക് ചെയ്യണില്ല, കമൻറ്റ് പോലും ഗൈസ് ഇപ്പോൾ ചെയ്യണില്ല ആരും ഗൈസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോസ് ഇടലും കുറവാണ് ഗൈസ്. എന്നാലും നമ്മളെ
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്, അവർക്കൊക്കെ ഒരുപാട് നന്ദി ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ഈ ബോട്ട് നിർത്തി റിവേഴ്സ് എത്താം ഗൈസ്. ഗൈസ് അവിടെ തടയുന്നുണ്ട്, നമുക്കെന്തായാലും ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചേക്കാം. നമ്മളങ്ങനെ ഈ ബോട്ട് ഇറക്കിയിട്ട് നമുക്ക് കടലിൽ പോയി ഒന്ന് എൻജോയ് ചെയ്യാം ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ലൈക്ക് അടിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമുക്ക്. പിന്നെ കമൻറ്റ്സ് ഇടാൻ വളരെ കുറവാണ്. കമൻറ്റ്സ് എല്ലാവരും ഒന്ന് ഇടാൻ നോക്കുക ഗൈസ്. എന്തെങ്കിലും അഭിപ്രായം ഏതെങ്കിലും ഗെയിമിന് ട്രൈ ചെയ്ത് നോക്കണം, അതൊക്കെ ഒന്ന് ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലും നമുക്ക് അതിന് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഏത് ഗെയിമാണ് നമ്മൾ കളിക്കേണ്ടത്, അതോ എങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ ഇടേണ്ടത്, ഒക്കെ ഒന്ന് ഗൈസ് നമുക്കൊന്ന് പറഞ്ഞുതരാം ഗൈസ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്തത് ഗൈസ്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് കുത്തി പൊട്ടിക്കുക. അപ്പോൾ ബൈ നമുക്ക് എന്തായാലും പോകണം. പിന്നെ ഇതൊന്നും പൊട്ടി ഗൈസ്. ഇത് നമുക്ക് എന്തായാലും ഇനി പുതിയ ബോട്ട് വാങ്ങാമല്ലോ, ഈ ബോട്ടൊക്കെ എന്തിനാ. ഇനി പുതിയ ബോട്ട് മേടിച്ച് നമുക്ക് ഇനിയും അടുത്ത സൺഡേ നമുക്ക് വരാം, അല്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം പുതിയ സാധനമായിട്ട് വരാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാനും പോയി കിടന്നുറങ്ങട്ടെ ഗൈസ്.